സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അവിടെ ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ. അത് നിലനിർത്തുമോ എന്നറിയണം. ഒപ്പം ബാക്കി പഞ്ചായത്തുകളിലേക്കും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പോയാൽ LDFന്റെ കോട്ടകളാണ്. എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത? കണ്ണൂരിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ എന്നാൽ ഇടത് കോട്ടയാണ്. പക്ഷേ അതിൻ്റെ ഹൃദയഭാഗം കണ്ണൂർ നഗരം, കണ്ണൂർ കോർപ്പറേഷൻ അത് UDFനൊപ്പമാണ്. പക്ഷേ നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷനാണ് 2015 മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി മാറ്റിയത്. 2015 വിമതൻ്റെ പിന്തുണയോടുകൂടി തന്നെ അന്ന് LDF ഭരണം പിടിച്ചു. പിന്നീട് UDFനാണ് ഭരണമുള്ളത്. കഴിഞ്ഞ തവണ 34 സീറ്റുണ്ടായിരുന്നു UDFന്. വിമതൻ UDFനൊപ്പം ചേർന്ന് 35ആയി. 19 LDFനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. UDF പോലും കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ അത്രയും മികച്ച പ്രകടനം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വാർഡ് പുനർവിഭജനമാണ്. മാത്രമല്ല പലയിടങ്ങളിലും BJP ശക്തമായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരൊറ്റ സീറ്റ് മാത്രമാണ്, പള്ളിക്കുന്ന് മാത്രമാണ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ കൂടുതൽ സീറ്റുകൾ നേടുമോ എന്ന ആശങ്കയുണ്ട്. അതൊക്കെ UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ആ ഒരു ആശങ്ക UDF പങ്കുവെക്കുന്നുണ്ട്. എന്നാലും ഒരു 32ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും, തുടർച്ചയുണ്ടാകുമെന്നതാണ് കണ്ണൂർ കോർപ്പറേഷനിൽ UDFക്കാരത്. പക്ഷേ LDF വലിയ ആത്മവിശ്വാസമാണ്. കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും. കാരണം 6-ൽ 5 LDFനൊപ്പമാണ്. കണ്ണൂർ പോലെ ഇടതിൻ്റെ ഒരു കോട്ടയിൽ ആ കോർപ്പറേഷൻ തങ്ങൾക്കൊപ്പമില്ല. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ആസൂത്രിതമായ ശ്രമവും LDFന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ല മൊത്തം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 14 വാർഡുകളിൽ എതിരില്ലാതെ LDF വിജയിച്ച ഒരു ജില്ലയാണ്. അപ്പോൾ ഇടതിൻ്റെ കോട്ട തന്നെയാണ് കണ്ണൂര്. വലിയ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ 2020 കഴിഞ്ഞ തവണ പല UDFനൊപ്പം ഉണ്ടായിരുന്ന മലയോര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾ, ഇപ്പോൾ പയ്യാവൂർ പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകൾ LDFനൊപ്പം പോയി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഇത്തവണയുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മുൻതൂക്കം കണ്ണൂർ ജില്ലയിൽ LDFനായിരിക്കും. ഇത്തവണ ഏറ്റവും കൂടുതൽ വലിയൊരു വിവാദമായതൊന്ന് കണ്ണൂരിൽ ഭീഷണിയുണ്ടായെന്ന് KPCC അധ്യക്ഷൻ അടക്കം അവിടുത്തെ DCC പ്രസിഡന്റ് അടക്കം വാർത്താ സമ്മേളനം വിളിച്ചു പറയുകയും സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അടക്കമാണ്. മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന വാർഡിൽ UDF സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെട്ടു എന്ന അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് വന്നത്. പക്ഷേ വിമതർ 3 പേർ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഇന്ദിര, റിജിൽ മാക്കുറ്റി, അതിനൊപ്പം മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തവണയൊക്കെ തോറ്റ സീറ്റാണ്. വളരെ ടഫാണ്. SDPI മുസ്ലിം ലീഗ് വിമതനും ഉണ്ട്. ഇന്നലെ പോസ്റ്റിൽ വിശദമായി തന്നെ റജിൽ എഴുതിയിട്ടുണ്ട് എത്രത്തോളം വലിയ വെല്ലുവിളി ഇവിടെ നേരിടുന്നുണ്ടെന്ന്. ലീഗ് വിമതൻ ഉൾപ്പെടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ സീറ്റ് തിരികെ പിടിക്കും. പക്ഷേ അവിടെ ഉണ്ടായ മത്സരത്തിന്റെ ആ സ്വഭാവം എന്താണ്, ഒരുപക്ഷെ തോൽവി വരെ സംഭവിച്ചേക്കാം എന്നൊരു തോന്നൽ പ്രതിനിധി ആ പോസ്റ്റിലുണ്ട്. അതിനാണ് സാധ്യത. കണ്ണൂർ എങ്ങോട്ടും പോകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം K. സുധാകരൻ അടക്കം പ്രഖ്യാപിച്ചത്. കണ്ണൂർ, അതായത് CPMന്റെ കോട്ട എന്ന കേരളം മുഴുവനും ഇടതുപക്ഷക്കാർ വാഴ്ത്തിപ്പാടുന്ന കണ്ണൂർ ജില്ലയിലെ കോർപ്പറേഷൻ കയ്യിൽ വയ്ക്കുന്നത് കോൺഗ്രസിന് ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ്. പക്ഷെ അത് ഇത്തവണ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിത്തട്ടിൽ മുതൽ വലിയ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് CPM. അത് പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് UDFന്റെ ആത്മവിശ്വാസം. നമുക്ക് നോക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആരാണ് ആ നേട്ടം കൈവരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരാൻ.